ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൻ. ഞാനിന്നിവിടെ കുക്കിംഗ് റെസിപ്പി ആയിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാനിന്ന് നമ്മുടെ ബാൽക്കണിയിലും നമ്മുടെ സിറ്റ് ഔട്ടിലുമൊക്കെ നമ്മൾ ചെടിച്ചട്ടിയിൽ ചെടി വളർത്താറുണ്ട്. അപ്പോൾ ആ ചെടി നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോവും, അല്ലെങ്കിൽ അത് ഉണങ്ങാറായിട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ചെടി എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് ഈ ചെടി നമുക്ക് എങ്ങനെയാണ് ആ സിറ്റ് ഔട്ടിൽ തന്നെ അത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉണങ്ങിപ്പോയ ചെടികളെന്ന് പറയുമ്പോൾ ശിഖരങ്ങളുള്ള ചെടി വേണം നമുക്കെടുക്കാൻ. ഇതിൽ ഇഷ്ടംപോലെ ശിഖരങ്ങളുണ്ട്. ഈ ശിഖരങ്ങളുള്ള ചെടികൾ വേണം നമുക്കെടുക്കാനായിട്ട്. അത് ഇപ്പോൾ ഇലയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഇത് നിറയെ ഇലകൾ നിൽപ്പുണ്ട്. അപ്പോൾ തന്നെ ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം വളരെ മനോഹരമായിട്ട് നമുക്ക് ഇത് സിറ്റ് ഔട്ടിൽ നമുക്ക് എങ്ങനെ ഇത് ക്രമീകരിച്ച് വെക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ മുട്ട ഉപയോഗിക്കാത്ത വീടുകളില്ല. അപ്പോൾ നമ്മൾ ഞാനിത് മുട്ടത്തോടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ മുട്ടത്തോട് കൊണ്ടാണ് ഞാനിത് അലങ്കരിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ മുട്ട ഉടച്ചെടുക്കുമ്പോൾ നമ്മൾ ഉടച്ച് കളയാതെ ഇതുപോലെ അല്പം ദ്വാരം ഇട്ടതിന് ശേഷം നമ്മൾ ഈ മുട്ട ഇങ്ങനെ എടുക്കുന്നു. അതിനകത്തിരിക്കുന്ന മഞ്ഞക്കരു വെള്ളക്കരു എല്ലാം നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഈ മുട്ടത്തോടിനകം ഈ വെള്ളം ഒഴിച്ച് വൃത്തിയായിട്ട് കഴുകുന്നു. ഞാനിപ്പോൾ 8 മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. ആ മുട്ട നമ്മൾ പൊട്ടിക്കുമ്പോൾ ഇതുപോലെ വേണം നമുക്ക് മുട്ട പൊട്ടിക്കാനായിട്ട്. മുട്ട പൊട്ടിച്ച് അതിനകത്ത് എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഈ മുട്ടത്തോട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഈ മുട്ടത്തോട്. ഇതുപോലെ ഞാൻ 8 മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. അത് നാടൻ മുട്ടയുടെ തോടും എടുത്തിട്ടുണ്ട്. നാടൻ മുട്ടയുടെ തോടും, അതാണ് ഈ കളറ്. അങ്ങനെ 8 മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെയാണ് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ 8 മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കളറാണ്. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന കളറ് പോസ്റ്റർ കളർ പെയിൻ്റാണ്. ഈ പോസ്റ്റർ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വാട്ടർ കളർ പെയിൻറ്റ്, അല്ലെങ്കിൽ സ്കെച്ച് പേന, അങ്ങനെ ഏതെങ്കിലും കളർ നമുക്ക് യൂസ് ചെയ്യാം. അതിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പോസ്റ്റർ കളർ പെയിൻ്റാണ്. നമുക്കത് എടുത്തതിന് ശേഷം നമുക്കൊരു കുപ്പി പെയിൻറ്റ് എടുത്തതിന് ശേഷം നമുക്കത് തുറന്ന് ഞാൻ യെല്ലോ കളർ പെയിൻറ്റ് എടുത്തു. ഈ യെല്ലോ കളർ പെയിൻറ്റ് നമുക്ക് ഒരു മുട്ടത്തോട് എടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണത് ബ്രഷ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കളറ് ഞാൻ ഇങ്ങനെ കളർ ചെയ്യുന്നു. ഇങ്ങനെ പെയിൻറ്റ് കൊടുക്കുന്നു. ഞാനിപ്പോൾ കൊടുക്കുന്ന യെല്ലോ കളർ പെയിൻ്റാണ്. ഈ മുട്ടത്തോട് ഞാൻ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അത് അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. ഇനി നമുക്ക് വേറൊരെണ്ണം എടുത്ത് പെയിൻറ്റ് ചെയ്യാം. വീണ്ടും നമ്മൾ വേറൊരു കളർ എടുത്തു. ഗ്രീൻ കളർ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഗ്രീൻ കളറും മുട്ട പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത കളർ എടുക്കാം. അതുപോലെ എല്ലാ കളറും നമുക്കിതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാ മുട്ടത്തോടും ഞാൻ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് കളർ ചെയ്തതിന് ശേഷം നമ്മൾ സ്വല്പ നേരം ഇത് ഉണങ്ങാനായിട്ട് വെക്കണം, കളറൊന്ന് പെയിൻറ്റ് പിടിക്കാനായിട്ട്. അപ്പം നമ്മളിത് ഉണങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇനി നമുക്ക് ഈ ചെടി എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ആദ്യം യെല്ലോ കളർ എടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ കമ്പിലേക്ക് ഇത് വയ്ക്കുന്നു. അത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ റെഡ് കളർ എടുത്തു. ഈ ശിഖരങ്ങളിലേക്ക് വേണം നമുക്കിത് വെക്കാനായിട്ട്. രണ്ടാമത്തേത് ഞാൻ വെച്ചിട്ടുണ്ട്.
ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ വയ്ക്കാവുന്നതാണ്. നമുക്ക് വൈറ്റ് കളർ വെക്കാം. നമുക്ക് ബ്ലൂ കളർ വെക്കാം. ഇപ്പം ഞങ്ങളുടെ സിറ്റ് ഔട്ടിലിരുന്ന ചെടി ഞാൻ ഇത്ര മനോഹരമായിട്ടാണ് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് നോക്കി. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ സിറ്റ് ഔട്ടിലോ ബാൽക്കണിയിലോ ഒക്കെ വെക്കുന്ന ചെടികൾ ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശിഖരങ്ങളുള്ളതാണെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മൾ ഉടച്ച് കളയുന്ന മുട്ടത്തോടെടുത്ത് നമുക്കിതുപോലെ കളർ കൊടുത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് എത്ര മനോഹരമായിരിക്കുന്നത് ഈ ചെടി. ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.